Hi friends, welcome to Mathematics. In this session, Principle of Mathematical Induction exercise 4.1 problems ആണ്. ലാസ്റ്റ് സെഷൻ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്തിരുന്നു. എക്സസൈസിൽ കൂടുതൽ പ്രോബ്ലംസ് ഉണ്ട്, 24 പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യനും മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാനുള്ളതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 1 + 3 + 5 + etc. + 3 raised to n - 1 is equal to 3 raised to n - 1 divided by 2. നമുക്കൊരു ഓർഡർ ഉണ്ട് അല്ലേ. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? P(1) നോക്കും, P(1) ട്രൂ ആണോ നോക്കും, പിന്നെ P(k) അസ്യൂം ചെയ്യും ട്രൂ ആണെന്ന്. അതിനുശേഷം Pk + 1 പ്രൂവ് ചെയ്യും. 3 സ്റ്റെപ്സ് ആണുള്ളത് അല്ലേ. ഫസ്റ്റ് സ്റ്റെപ്പ് P(1) when n is equal to 1, നമ്മൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് അതിൽ നിന്നും P(n) എടുത്തെഴുതാം. P(n) ആണ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്. 1 + 3 + 5 + etc. + 3 raised to n - 1 is equal to 3 raised to n - 1 divided by 2. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എടുത്തെഴുതി. ഇനി when n is equal to 1, n 1 ആകുമ്പോൾ എന്താകും? P(1) ആകും. P(1) ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ? LHSഉം RHSഉം ഈക്വൽ ആണോ നോക്കാം. LHSൽ ടേംസ് എവിടെ വരെ പോകാം? ലാസ്റ്റ് ടേം ഇതായിരിക്കും, 3 raised to 1 - 1 അല്ലേ. അതായത് 3 raised to 1 - 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 raised to 0 ആണ്. RHSോടെ എഴുതി നോക്കാം. 3 raised to 1 - 1 divided by 2. 3 raised to 1 - 1, 3 raised to 0 is equal to right side 3 - 1 divided by 2. 3 raised to 0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 ആണ് അല്ലേ. ഏത് സംഖ്യ x raised to 0 ഏത് സംഖ്യ ആയിക്കോട്ടെ അതിൻ്റെ പവർ 0 വന്നാൽ ആ സംഖ്യ 1 ആയിരിക്കും. x raised to 0 equal to 1. നമുക്ക് 3 raised to 0 1 എഴുതാം. equal to 3 - 1 2 divided by 2. ഇത് 1 കിട്ടും. അതായത് LHSഉം RHSഉം ഈക്വൽ ആയി കിട്ടി. സോ n is equal to 1 തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ് അല്ലേ. when n is equal to 1 തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇത്. P(n) എന്ന് പറയുന്നത് ഇതൊരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. therefore P(1) is true. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതേ ഓർഡറിലാണ് എല്ലാ പ്രോബ്ലം പോകുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് അസ്യൂം ദാറ്റ് Pk ഈസ് ട്രൂ. നമ്മൾ അസ്യൂം ചെയ്യുക ചെയ്യുന്നത്. കെയ്ക്ക് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇത് എന്നിന് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ എന്നിന് k എന്നുള്ള വാല്യൂ കൊടുക്കുക. 1 + Pk is equal to 1 + 3 + 5 + etc. 3 raised to n - 1 എന്നുള്ളത് k - 1 ആവും. പ്ലസ് 3 raised to k - 1 is equal to റൈറ്റ് സൈഡിൽ 3 raised to n - 1 by 2 ആണ്. അത് 3 raised to k - 1 by 2 വരും. 3 raised to k - 1 ഇവിടെ ആട്ടോ, താഴെയാണ്, divided by 2. ഓക്കെ, നമുക്ക് എന്നിന് k എന്നുള്ള വാല്യൂ കൊടുക്കുക. ഇത് ട്രൂ ആണ് നമ്മൾ അസ്യൂം ചെയ്തേക്കുന്നത്. ഇക്വേഷൻ 1 കൊടുക്കാം. ഇനി നമ്മൾ ഇത് ട്രൂ ആയതുകൊണ്ട് k + 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോവുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. ഇതിപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞു, ഒരു സ്റ്റെപ്പും കൂടെ ഉള്ളൂ. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് Pk + 1 ഈസ് ട്രൂ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. k + 1 ട്രൂ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. നമുക്ക് k + 1 എഴുതി നോക്കാം. Pk + 1 1 + 3 + k നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. 1 + 3 + 5 + etc. + 3 raised to k - 1. ഇതാണ് kൻ്റെ ടേംസ് വരുന്നത്. അത് കഴിഞ്ഞ് k + 1 ടേം എന്ത് വരും? 3 raised to kക്ക് പകരം k + 1 കൊടുക്കണം.
അതായത് ഈ കെയ്ക്ക് പകരം k+1 കൊടുക്കുക. അല്ലെങ്കിൽ എന്നിന് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ എന്നിന് പകരം k+1 കൊടുക്കുക. എന്നിന് പകരം k+1 കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്ത് വരും? k+1 -1 അല്ലേ? എന്നിന് പകരം k+1 ആണ് കൊടുക്കുന്നത്. n-1 എന്നുള്ളത് അപ്പോൾ k+1 -1 വരും. ഈക്വൽ ടു തൊട്ടുമ്പോൾ ടേം എഴുതിയത് മാത്രം നമ്മൾ ലാസ്റ്റ് ടേം ഇതായിരിക്കും വരുന്നത്. ആൻസർ റൈറ്റ് സൈഡ് എന്തായിരിക്കും? എന്നിന് വരും k+1, കെയ്ക്ക് വരും അല്ലെങ്കിൽ k+1 -1 divided by 2 3k+1 -1 divided by 2. ഇനി ഇക്വേഷൻ 1 നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് പി ഓഫ് കെ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട് അല്ലേ? അതായത് ഇവിടെ വരെയുള്ള വാല്യൂസ് ആണ് എന്ത്? പി ഓഫ് കെ എന്ന് പറയുന്നത്. പി ഓഫ് കെൻ്റെ LHS നോക്കുക. 1 + 3 + 5 + etc. 3k-1. അത് റൈറ്റ് സൈഡിൽ നമുക്കറിയാം 3 അതിൻ്റെ വാല്യൂസ് ഇക്വേഷൻ 1 എടുത്ത് എഴുതാം. 3k-1 divided by 2 ആണ്. പ്ലസ് ഇനി നമ്മൾ എഴുതാത്ത ഒരു ടേമേ ഉള്ളൂ, അത് എഴുതാം. 3k+1 -1 equal to 3k+1 -1 by 2. നമുക്ക് ഇനി 2 പ്രൂവ് ചെയ്താൽ മതി അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടൈമിൽ ഡിവൈഡഡ് ബൈ 2 ഉണ്ട്, സെക്കൻഡ് ടൈമിൽ ഡിവൈഡ് ബൈ 1 ആണ്, ഒന്നുമില്ല. അതുകൊണ്ട് 1 നമുക്ക് എടുക്കാം. 2 LCM എടുത്താൽ എന്ത് കിട്ടും? 3k-1 പ്ലസ് ഇവിടെ 2 ഇല്ല, അതുകൊണ്ട് നമ്മൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 2 × 3k+1 -1 1 -1 ക്യാൻസൽ ആയി മേലെ k മാത്രമേ ഉള്ളൂ. ഇക്വേഷൻ 2 LHS എടുത്തേക്കുവാണ്. ഇനി നമുക്ക് RHS കിട്ടണം. ശരിയിൽ RHS കിട്ടണം. ഫസ്റ്റ് ടേമിൽ 3k ഉണ്ട്, തേർഡ് ടേമിൽ 3k ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ടേമിലും കോമൺ ആയിട്ട് 3k പുറത്തെടുക്കാം. ബാക്കി ഫസ്റ്റ് ടേമിൽ 3k പുറത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആകെ ഒന്നുമില്ല, 1 മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് ടേമിൽ 3k പോയാൽ ഒരു 2 ഉണ്ട് അല്ലേ? പിന്നെ ബാക്കിയുള്ളൊരു -1 ഉണ്ട്, അതങ്ങനെ എഴുതി. ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 3k ബ്രാക്കറ്റിൽ 1 + 2 3 ആണ്, -1 divided by 2 ഈക്വൽ ടു 3 × 3k. നമുക്കറിയാം a⁴m × a⁴n എന്ന് പറഞ്ഞാൽ em+n ആണ്. അപ്പോൾ ഇവിടെ 3k × 3 ആണ്. 3 എന്ന് പറഞ്ഞാൽ 3/1 ആണ്. പവർ ഇല്ലെങ്കിൽ നമുക്ക് 1 എഴുതാം. ഈക്വൽ ടു 3k+1 വരും അല്ലേ? ഇവിടെ അപ്ലൈ ചെയ്താൽ 3k+1 -1 divided by 2 എന്ന് കിട്ടും. ഇതാണ് RHS. ഇപ്പോൾ k+1 സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് നമുക്ക് കിട്ടി. കെയ്ക്ക് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തതുകൊണ്ട് k+1 ട്രൂ ആണെന്ന് കിട്ടി. therefore by mathematical induction നമുക്ക് എഴുതാം അല്ലെ? ഇവിടെ നമ്മൾ എഴുതിയില്ല. P of k+1 is true. P of k+1 is true when P of k is true. അല്ല, P of k true ആയതുകൊണ്ടാണ് P of k+1 true ആകുന്നത്. therefore by mathematical induction P of n is true for every n. എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഇൻറ്റീജർ. n is a പോസിറ്റീവ് ഇൻറ്റീജർ. അപ്പോൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ അനുസരിച്ച് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. 1³ + 2³ + 3³ + etc. + n³ equal to n × n+1 divided by 2 whole square. താഴെ ഡിവൈഡഡ് ബൈ 2 കഴിഞ്ഞിട്ടാണ് ഹോൾ സ്ക്വയർ ഉള്ളത് കേട്ടോ. നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്നിന് ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യണം. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് P of n എടുത്ത് എഴുതാം.
1 cube plus 2 cube plus 3 cube plus etc. plus n cube is equal to n into n plus 1 divided by 2 whole square. Okay, P of when n is equal to 1. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. പി ഓഫ് 1 എന്തൊരു എന്നിന് 1 കൊടുക്കുക, 1 ക്യൂബ് ഈക്വൽ ടു, അപ്പോൾ ആകെ ഒരു ടൈം ഉണ്ടാവുള്ളൂ. റൈറ്റ് സൈഡ് എന്നിന് 1 കൊടുത്താൽ n ഇൻറ്റു 1 ഇൻറ്റു 1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ. 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 1 പ്ലസ് 1 2 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ. 2 ബൈ 2 1 ആകും. 1 is equal to 1 കിട്ടും. ഓക്കെ, അപ്പോൾ എന്നിന് ട്രൂ ആണെന്ന് നമുക്ക് കിട്ടി. അപ്പോൾ പി ഓഫ് 1 ഈസ് ട്രൂ. ഇനി എന്ത് ചെയ്യണം? അസ്യൂം ദാറ്റ്, നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. കെക്ക് ട്രൂ ആണെങ്കിൽ എന്ത് എഴുതാം? എന്നിന് കെ കൊടുക്കുക, 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് കെ ക്യൂബ് ഈക്വൽ ടു കെ ഇൻറ്റു കെ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ദ ഹോൾ സ്ക്വയർ. അതിന് കെ കൊടുത്തു. ഇത് ഇക്വേഷൻ 1 എടുക്കാം. ഇത് ട്രൂ ആണ് നമ്മൾ അസ്യൂം ചെയ്തു. ഇനി നമ്മൾ പ്രൂവ് ചെയ്യുന്നത് എന്താണ്? കെ പ്ലസ് 1 ട്രൂ ആണോ എന്ന് പ്രൂവ് ചെയ്യണം. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ. കെ പ്ലസ് 1 എഴുതി നോക്കാം. പി ഓഫ് കെ പ്ലസ് 1 എന്ന് പറയുന്നത് 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് കെ ക്യൂബ് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? കെ പ്ലസ് 1 ഹോൾ ക്യൂബ് അല്ലേ? കെ പ്ലസ് 1 കെ എന്നിന് കെ കൊടുക്കുമ്പോൾ കെ പ്ലസ് 1 ഹോൾ ക്യൂബ് കിട്ടും ലാസ്റ്റ് ടൈം. അതിന് തൊട്ട് മുമ്പത്തെ ടൈം കെ ക്യൂബ് ആയിരിക്കും. കെ കഴിഞ്ഞിട്ട് കെ പ്ലസ് 1. ഓക്കെ, ഈക്വൽ ടു റൈറ്റ് സൈഡ് എന്ത് വരും? എന്നിന് കെ പ്ലസ് 1 കൊടുക്കണം. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 ആണ്. കെ പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 1, എന്നിനാണ് കെ പ്ലസ് 1 കൊടുക്കുന്നത്, പ്ലസ് 1 n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ. ഓക്കെ, റൈറ്റ് സൈഡ് ഒന്ന് മാറ്റി എഴുതിയിട്ട് നമുക്ക് ചെയ്യാൻ തുടങ്ങാം. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 1 പ്ലസ് 1 കെ പ്ലസ് 2 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ. ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ ആണ്, അതുകൊണ്ട് ഇതിനെ ഒന്നുകൂടെ മാറ്റി എഴുതാം. കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ കെ പ്ലസ് 2 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 കിട്ടണം. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട സാധനം. ഇക്വേഷൻ 2 എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് എൽ എച്ച് എസ് എടുക്കാം. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഇതാണ് എൽ എച്ച് എസ്, ഇതാണ് ആർ എച്ച് എസ്. എൽ എച്ച് എസ് എടുക്കാം. എൽ എച്ച് എസ് എന്ന് പറയുന്നത് 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് കെ ക്യൂബ് പ്ലസ് കെ പ്ലസ് 1 ഹോൾ ക്യൂബ് അല്ലേ? ഇതാണ് എൽ എച്ച് എസ്. ഇതിൽ നമുക്ക് ഇവിടെ വരെയുള്ള ടേംസ് എന്താണെന്നറിയാം. പി ഓഫ് കെ ആണെന്നറിയാം അല്ലേ? പി ഓഫ് കെയുടെ ലെഫ്റ്റ് സൈഡാണത്. നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട് അല്ലേ? പി ഓഫ് കെൻ്റെ വാല്യൂ എന്താണ്? കെ ഇൻറ്റു റൈറ്റ് സൈഡൊക്കെ കെ ഇൻറ്റു കെ പ്ലസ് 1 ബൈ 2 ഹോൾ സ്ക്വയർ ആണ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ 1 നിന്ന് 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് ഇത് പി ഓഫ് കെ എന്താണെന്ന് എഴുതാം. അതിൻ്റെ ആർ എച്ച് എസ് എഴുതാം. കെ ഇൻറ്റു കെ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ പ്ലസ് ഇനിയുള്ള ടൈം കെ പ്ലസ് 1 ഹോൾ ക്യൂബാണ്. ഓക്കെ, ഇതുവരെയുള്ള ടൈമാണ് ഇങ്ങനെ എഴുതിയത്. ഇക്വേഷൻ 1 നിന്നാണ് അത് കിട്ടിയത്. ഇക്വേഷൻ 1. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഒന്നുകൂടെ മാറ്റി എഴുതിയാൽ
k into k plus 1 whole square നെ k square into k plus 1 whole square divided by 4 എന്ന് എഴുതാം അല്ലേ. 2 divided by 2 whole square ആണ്, മേലെ താഴെയും പവർ ഉണ്ട്, പ്ലസ് k plus 1 whole cube. LHS ആണ് നമ്മൾ ചെയ്തു വരുന്നത്. ഈക്വൽ ടു, ഇനി ഇവിടെ ഡിവൈഡഡ് ബൈ 1 ഉള്ളൂ, അതുകൊണ്ട് 4 LCM എടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ടൈമിൽ k സ്ക്വയർ ഇൻറ്റു k പ്ലസ് 1 ഹോൾ സ്ക്വയർ, സെക്കൻഡ് ടൈമിൽ ഡിവൈഡഡ് ബൈ 1 ആണ്, അതുകൊണ്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 4 ഇൻറ്റു k പ്ലസ് 1 ഹോൾ ക്യൂബ്, LCM എടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഈക്വൽ ടു, ഓക്കെ. ഇനി 2 ടേംസ് ആണ് ഇവിടെ ഉള്ളത്. അതിൽ ഫസ്റ്റ് ടേമിലൊരു k പ്ലസ് 1 ഹോൾ സ്ക്വയർ ഉണ്ട്, സെക്കൻഡ് ടേമിലും k പ്ലസ് 1 ഹോൾ സ്ക്വയർ. കോമൺ ആയിട്ട് വരുന്നത് k പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണ് അല്ലേ. 2 ടേമിന് നമുക്ക് പുറത്തെടുക്കാവുന്നത്, ഔട്ട് സൈഡ് എടുക്കാവുന്നത് k പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണ്. k പ്ലസ് 1 ഹോൾ സ്ക്വയർ പോയാൽ ഫസ്റ്റ് ടേമിൽ നിന്നും ബാക്കിയുള്ളത് k സ്ക്വയർ ആണ്, സെക്കൻഡ് ടൈമിൽ ബാക്കിയുള്ളത് 4 ഇൻറ്റു k പ്ലസ് 1 ആണ്. അത് ഹോൾ ക്യൂബ് ഉണ്ട്, അപ്പോൾ സ്ക്വയർ ആണ് നമ്മൾ പുറത്തെടുത്ത്, ബാക്കിയൊരു k പ്ലസ് 1 വരും, ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു k പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു k സ്ക്വയർ പ്ലസ് 4 വെച്ച് ബ്രാക്കറ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ 4k പ്ലസ് 4 എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ 4 equal to k plus 1 whole square, k square plus 4k plus 1, k plus 2 whole square expansion ഉണ്ട്. a plus b whole square വെച്ച് ചെയ്താൽ k square plus 2ab, 2 into k into 2 plus 2 square, k square plus 4k plus 4 എന്നുണ്ട് അല്ലേ. നമുക്കിതിനെ എന്തെന്ന് എഴുതാം, k plus 2 whole square divided by 4. നമുക്ക് കിട്ടേണ്ട RHS ആയി k പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഇക്വേഷൻ 2 നോക്കുക, ഇക്വേഷൻ 2 റൈറ്റ് സൈഡാണ് നമുക്കിപ്പോൾ കിട്ടിയത്. ഓക്കെ, അത് p ഓഫ് k ട്രൂ ആണെന്ന് കിട്ടി. ഇക്വേഷൻ 2ൽ നിന്ന് RHS ആണെന്ന് മനസ്സിലാക്കാം. Therefore p of k plus 1 is true when p of k is true. കാരണം p of k true ആയതുകൊണ്ടാണ് k plus 1 true ആവുന്നത്. അസ്യൂം ചെയ്തു p of k true ആണ്, ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തത് കൊണ്ടാണ് k plus 1 true ആണ് കിട്ടുന്നത്. Therefore by mathematical induction p of n is true for a very positive integer n, for a very positive integer n. 3 സ്റ്റെപ്സ് ചെയ്തു, ആൻസർ കിട്ടി, p of n ട്രൂ ആണെന്ന് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് p of n എഴുതാം. p of n 1 plus 1 by 1 plus 2 plus 1 by 1 plus 2 plus 3 plus etc. plus 1 by 1 plus 2 plus 3 plus etc. plus n is equal to 2n by n plus 1. നെക്സ്റ്റ് സ്റ്റെപ്പ് p of 1 ട്രൂ ആണോ ചെക്ക് ചെയ്യണം. when n is equal to 1 p of 1 കിട്ടും. ഇതിൽ n-ന് 1 കൊടുത്താൽ 1 by n 1 വരെ പോകുള്ളൂ. താഴെ ഡിനോമിനേറ്ററിൽ 1 plus 2 അങ്ങോട്ട് പോകില്ല അല്ലേ. ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് 1 ആണ്, നമുക്കിതൊന്നും ഇല്ല, 1 by 1 എഴുതാൻ പറ്റുള്ളൂ. ഈക്വൽ ടു RHSൽ 2 into 2n, 2 into 1 divided by 1 plus 1, n 1 കൊടുത്താൽ 1 by 1 is equal to 2 by 2. LHS RHS 1 കിട്ടും. Therefore
P of 1 is true. Okay, next step, assume that P of K is true. ഇതേ ഓർഡർ തന്നെയാണ് എപ്പോഴും ചെയ്യേണ്ടത്. കെയ്ക്ക് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുക. അപ്പം എന്നിന് പകരം കെ കൊടുത്തെഴുതുക. 1 by 1 plus 1 by 1 plus 2 plus 1 by 1 plus 2 plus 3 plus etc. plus last term 1 by 1 plus 2 plus 3 plus etc. plus n divided by is equal to 2n by n plus 1. 2n by n plus 1. സോറി, എന്നിന് പകരം കെ കൊടുക്കണം. പി ഓഫ് കെ ആണ് നമ്മൾ ട്രൂ എന്ന് അസ്യൂം ചെയ്യുന്നത് അല്ലേ. ഇതിൽ എന്നിന് പകരം കെ കൊടുത്താൽ 2k by k plus 1. ഓക്കെ, ഇത് നമ്മൾ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തേക്കുക. പി ഓഫ് കെ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തേക്കുക. ഇക്വേഷൻ 1 കൊടുക്കാം. കെ ട്രൂ ആണെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് കെ പ്ലസ് 1 ട്രൂ ആണോ എന്നാണ്. വി ഹാവ് ടു പ്രൂവ് ദാറ്റ്. എന്ത് പ്രൂവ് ചെയ്യണം? കെ പ്ലസ് 1 ട്രൂ ആണെന്നല്ലേ. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ വെൻ പി ഓഫ് കെ ഈസ് ട്രൂ. നിങ്ങൾ ഇതേ ഒരു സ്റ്റെപ്പ് ഈ പാറ്റേൺ പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ തന്നെ എപ്പോഴും എഴുതുന്നത്. ആദ്യം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ പി ഓഫ് 1 ട്രൂ ആണെന്ന് കണ്ടുപിടിച്ചു. സെക്കൻഡ് സ്റ്റെപ്പിൽ അസ്യൂം ചെയ്യുകയായിരുന്നു പി ഓഫ് കെ ട്രൂ ആണെന്ന്. തേർഡ് സ്റ്റെപ്പിലാണ് നമ്മൾ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ വെൻ പി ഓഫ് കെ ഈസ് ട്രൂ. ഇതേ ഓർഡർ തന്നെയാണ് എപ്പോഴും പ്രോബ്ലം ചെയ്യേണ്ടത് അല്ലേ. ഈ 3 സ്റ്റെപ്പുള്ളൂ. അപ്പോൾ നമുക്ക് കെ പ്ലസ് 1 എഴുതി നോക്കാം. പി ഓഫ് കെ പ്ലസ് 1 ഇത് വരും. കെ വരെ നമ്മൾ എഴുതി നിർത്തിയിട്ടുണ്ട് ഇവിടെ. അതിലൊരു ടേമും കൂടിയേ വരുള്ളൂ അല്ലേ. കെ പ്ലസ് 1 എന്ന് പറയുമ്പോൾ 1 പ്ലസ് 1 by 1 പ്ലസ് 2 പ്ലസ് 1 by 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര 1 by 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര. കെ വരെയുള്ള ടേം കഴിഞ്ഞ് ഒരു ടേമും കൂടി വരും അല്ലേ. 1 by 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര കെ പ്ലസ് 1. കെ വരെയുള്ള ടേമാണ് നമ്മൾ മുമ്പിൽ എഴുതി നിർത്തിയത്. അതിൻ്റെ കൂടെ ഒരു കെ പ്ലസ് 1 ഉള്ള ടേമും കൂടി വരും എൽ എച്ച് എസിൽ. ആർ എച്ച് എസിൽ എന്ത് വരും? കെക്ക് പകരം കെ പ്ലസ് 1 വരും. 2 ഇൻറ്റു കെ പ്ലസ് 1 ഡിവൈഡഡ് ബൈ കെ പ്ലസ് 1 പ്ലസ് 1 അല്ലേ. ഇവിടെ കെ പ്ലസ് 1 ആണ്. അപ്പോൾ കെക്ക് പകരം കെ പ്ലസ് 1 കൊടുത്താൽ കെ പ്ലസ് 1 പ്ലസ് 1 അല്ല, എന്നിന് പകരം കെ പ്ലസ് 1 കൊടുത്തു. ഇതാണ് പി ഓഫ് കെ പ്ലസ് 1. ഇത് നമുക്ക് പ്രൂവ് ചെയ്യണം അല്ലേ. ഈ ആർ എച്ച് എസ് നമുക്കൊന്ന് മാറ്റി എഴുതാം. 2 ഇൻറ്റു കെ പ്ലസ് 1 ഡിവൈഡഡ് ബൈ കെ പ്ലസ് 2. ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. ഇക്വേഷൻ 2 ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇക്വേഷൻ 2ൻ്റെ എൽ എച്ച് എസ് എടുക്കാം. ഇവിടെ വരെയുള്ള ടേം കെയുടെ ടേം ആണ് അല്ലേ. കെയുടെ ടേം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് ഇതിൻ്റെ ഇക്വേഷൻ 1ൻ്റെ എൽ എച്ച് എസ് നോക്കുക. ഈ ടേമാണ് ഇവിടെ ഉള്ളത്. ഇക്വേഷൻ 1 ആണിത്. അതിൻ്റെ ഇപ്പോൾ ആർ എച്ച് എസ് എന്താ കിട്ടിയിരിക്കുന്നത്? 2k by k plus 1. നമുക്ക് ഈ 1ന് പകരം എന്ത് എഴുതാം? 2k by k plus 1 എഴുതാം. ഓക്കെ, ഇനി ഒരു ടേമും കൂടി ഉള്ളൂ. ഇതെടുത്ത് എഴുതാം നമുക്ക്. പ്ലസ് 1 by 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് കെ പ്ലസ് 1 വരെ. ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് കെ പ്ലസ് 1 ആണ്. ഓക്കെ, ഈക്വൽ ടു ആർ എച്ച് എസ്. ഇവിടെ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട. നമുക്ക് ആർ എച്ച് എസ് എൽ എച്ച് എസ് ചെയ്ത് ആർ എച്ച് എസിലെത്തണം. ഓക്കെ, 2k by k പ്ലസ് 1 പ്ലസ് 1 by ഇത് നോക്കുക. നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര അപ് ടു n. അതായത് n വരെയുള്ള സംഖ്യകളുടെ സം എന്ന് പറയുന്നത് n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ആണ്. ഓക്കെ, ഇതിൽ തന്നെ ഈ ചാപ്റ്ററിൽ തന്നെ ഫസ്റ്റ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്നിന് പകരം കെ പ്ലസ് 1 ആണ് അല്ലേ. ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് കെ പ്ലസ് 1 ആണ്. ഇവിടെ n ആയതുകൊണ്ട് എന്നിന് പകരം ഇവിടെ കെ പ്ലസ് 1 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ
നമ്മൾ എന്നിന് പകരം k+1 കൊടുക്കാം. ഇത് മാറ്റി k+1 ഇൻറ്റു k+1+1 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും അല്ലേ. ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈക്വൽ ടു 2k ബൈ k+1 പ്ലസ് ഈ ടൈം നമുക്ക് എങ്ങനെ എഴുതാം? 2 ഡിവൈഡഡ് ബൈ k+1 ഇൻറ്റു k+2 എന്ന് എഴുതാം അല്ലേ. ഈക്വൽ ടു ഇവിടെ നോക്കി, ഇവിടെ k+1 ഇൻറ്റു k+2 ആണ്, ഇവിടെ k+1 മാത്രമാണ്. അപ്പോൾ LCM എടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. k+1 ഇൻറ്റു k+2 എടുക്കുക. ഇവിടെ k+1 ഉണ്ട്, അതുകൊണ്ട് റിമൈനിങ് k+2 വരും. k+2 ഇൻറ്റു 2k വരും അല്ലേ. പ്ലസ് ഇവിടെ k+1 ഇൻറ്റു k+2 ഉണ്ട്, ഇവിടെ 2 മാത്രമേ വരുള്ളൂ. ഈക്വൽ ടു ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്താൽ k ഇൻറ്റു 2k 2k² പ്ലസ് 2 ഇൻറ്റു 2k 4k പ്ലസ് 2 ഡിവൈഡഡ് ബൈ k+1 ഇൻറ്റു k+2. 2 ഔട്ട് സൈഡ് എടുത്താൽ 2 ഇൻറ്റു k² പ്ലസ് 2k പ്ലസ് 1 ഡിവൈഡഡ് ബൈ k+1 ഇൻറ്റു k+2 ഈക്വൽ ടു 2 ഇൻറ്റു ഇത് k+1 ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനാണ് ബ്രാക്കറ്റിൽ കിടക്കുന്നത്, ഡിവൈഡഡ് ബൈ k+1 ഇൻറ്റു k+2. ഒരു k+1 ക്യാൻസലായി, ബാക്കി 2 ഇൻറ്റു k+1 ഡിവൈഡഡ് ബൈ k+2. ഇതാണ് നമുക്ക് RHSലുള്ളത്, 2 ഇൻറ്റു k+1 ബൈ k+2 അല്ലേ. നമുക്ക് P ഓഫ് k+1 ഈസ് ട്രൂ എന്ന് കിട്ടി. when P of k is true. Therefore, by mathematical induction, P of n is true for every positive integer n. അല്ലേ. k+1 ട്രൂ ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ എന്നിന് ഏത് വാല്യൂസിനും ട്രൂ ആണെന്ന് പറയാം അല്ലേ, ഫോർ എവരി n. ഓക്കെ, അപ്പോൾ 3 സ്റ്റെപ്സ് ചെയ്തു. 1 ട്രൂ ആണ് ചെയ്തു, kക്ക് ട്രൂ ആണ് അസ്യൂം ചെയ്തുകൊണ്ട് k+1 ട്രൂ ആണെന്ന് കണ്ടുപിടിച്ചു. അതുകൊണ്ട് ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്നിന് ട്രൂ ആണെന്ന് കിട്ടി ഫോർ എവരി n. ഓക്കെ.